അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടുമ്പുളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. പക്ഷേ ഇവിടെ അയല പൊരിച്ചേക്കില്ല, അയല മുളകിട്ട കറിയാണ്. ഇന്നലെ നല്ല വലിയ അയല നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുളകിട്ട്, അപ്പോൾ ആ മുളകിട്ട റെസിപ്പി നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് അയല മുളകിടാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റെസിപ്പി കാണിക്കുക. മൺചട്ടി വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ചൂടായിട്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഉലുവ പൊട്ടിക്കുക. അതിലേക്കൊരു 2 മീഡിയം സൈസ് തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ട് വഴറ്റാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ അത് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കൊരു പേസ്റ്റ് റെഡിയാക്കി എടുക്കണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, മല്ലിപ്പൊടി, ഫിഷ് മസാല, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. ഇതിൻ്റെത് കുറച്ച് വെള്ളം കൂടി കുഴപ്പമില്ല കേട്ടോ. ലാസ്റ്റ് നമുക്ക് വീണ്ടും വെള്ളം വേണ്ടി വരും. പക്ഷേ പേസ്റ്റ് ആക്കുന്ന സമയത്ത് ഇത്ര വെള്ളം ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നല്ലപോലെ പേസ്റ്റ് ആക്കുക. അപ്പോൾ അത് ആ സമയം കൊണ്ട് നമ്മുടെ തക്കാളി നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഉടച്ച് കൊടുക്കുക കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത്, മറ്റേത് ആ തക്കാളി ഇങ്ങനെ കറികളിൽ കിടക്കും. തക്കാളി കാണാൻ പാടില്ല, ഗ്രേവി ആയിട്ട് വരണ്ടേ. അപ്പോൾ ആ തക്കാളി നല്ല ഉടച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി പേസ്റ്റ് 3ഉം കൂടെ പേസ്റ്റാക്കിയതാണ് കേട്ടോ. അതിട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പേസ്റ്റ് കണ്ടോ, അത് നേരത്തെ കുറച്ച് വെള്ളത്തോടുക്കലിൽ ഇതിലേക്ക് പാരുന്ന സമയമായപ്പോഴത്തേനും അതൊക്കെ ഒന്നും കൂടെ കുറുകി വന്നിട്ടുണ്ട്. അതൊഴിച്ച് കൊടുക്കുക. ഉപ്പിടാൻ മറക്കരുത്. ഈ മസാലേൻ്റെയും കൂടെ പച്ചമണം മാറണ വരെ ജസ്റ്റ് ഒന്ന് വഴറ്റുക. നമ്മൾ ആ പേസ്റ്റ് ഉണ്ടാക്കി അതൊന്ന് വെള്ളം ചുറ്റി പാരുക കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് കൊടംപുളി ഇടുന്നുണ്ട്, കുറച്ച് ഓർക്കാപ്പുളിയും കൂടി ഇടുന്നുണ്ട്. നമ്മളിവിടെ ഓർക്കാപ്പുളി എന്നാണ് പറയുക, എല്ലായിടത്തും അതാണ് പറയാമെന്ന് എനിക്കറിയില്ല. പിന്നെ മീൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. നമ്മൾ അയിലക്കുട്ടന്മാരെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കട്ടെ. എല്ലാം ആ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ ലെവൽ ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് വെള്ളം വേണ്ട, അപ്പോൾ നമുക്ക് കുറേ സമയം വറ്റാൻ വേണ്ടി വരും. അപ്പോൾ നമ്മൾ മീനൊക്കെ വെന്തുടയും. അപ്പോൾ പാകത്തിന് വെള്ളം മതി. എന്നിട്ട് ആ മീനൊക്കെ ഒന്ന് ലെവൽ ചെയ്തിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കുക. അങ്ങോട്ട് അതിന് ശേഷം കറിവേപ്പില വിതറി കൊടുക്കുക. കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ തൂവിയിട്ട് നല്ല അടച്ച് വെക്കുക. അത് തുറക്കുമ്പോൾ ഒരു മണം വരാണ്ടുണ്ട് സാറേ, ചുറ്റുള്ളതൊന്നും കാണില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. താങ്ക് യു.